ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഗ്രാൻഡ് റിവീൽ ഡേ ആണ് ഗൈസ്. ഗ്രാൻഡ് റിവീൽ ഡേ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുള്ള കാര്യമാണ്, എന്താണ് എൻ്റെ പണി. ഇപ്പോൾ ചിലർക്കൊക്കെ അറിയാം എനിക്കൊരു ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ വേഗമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്ലിയറായിട്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഈ വർഷം ഏതാണ്ട് 6ാമത്തെ വർഷമാണ്. സം ഓഫ് യു മൈറ്റ് നോ ഇറ്റ്. ഫുട്ബോൾ ചാനലാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എന്താണ് എൻ്റെ ആക്ച്വൽ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫാദർ ഒരു 10-30 വർഷം മുമ്പ് പുള്ളിയൊരു ഫേം സ്റ്റാർട്ട് ചെയ്തു. ഒരു സയൻറ്റിഫിക് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ലബോറട്ടറി എക്യുപ്മെൻറ്റിൻ്റെയൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫേമാണ്. അപ്പോൾ 30 വർഷത്തിൽ അത്യാവശ്യം പേരൊക്കെ ആയി, പിന്നെ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അവിടെ പുള്ളിയുടെ അണ്ടറിൽ ഓണറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതാണ് ബേസിക്കലി എൻ്റെ പണി. അപ്പോൾ എന്താണ് സംഗതി എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയാം. ഇപ്പം എന്തായാലും നമ്മുടെ നാട്ടിൽ ബിസിനസ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പരിപാടിയല്ല, നല്ല തലവേദന പിടിച്ച പരിപാടിയാണ്. എല്ലാ ദിവസവും ഫയർ ഫൈറ്റിംഗ് ആണ്. എന്തെങ്കിലും രീതിയിലുള്ള വള്ളിക്കെട്ട് അല്ലെങ്കിൽ വിഷയങ്ങളൊക്കെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 1.5-2 വർഷത്തിനിടയ്ക്ക് ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടി കൂടുതൽ ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ ഫുട്ബോൾ ചാനലിൽ വീഡിയോസൊക്കെ കുറഞ്ഞു തുടങ്ങിയത്. കാരണം 10-30 വയസ്സൊക്കെ ആയല്ലോ, ലൈഫിൽ കുറേ കൂടി സീരിയസ്നെസ് കാണിക്കണമല്ലോ. ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ് ഫുട്ബോളിന് മാത്രം പുറകെ വന്നു കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ഒന്നല്ലെങ്കിൽ ഫുൾ ടൈം യൂട്യൂബറായിട്ട് ഫുട്ബോൾ കണ്ടൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത കണ്ടൻറ്റൊക്കെ ചെയ്ത് വേണമെങ്കിൽ അത് അങ്ങനെ വേണമെങ്കിൽ ജീവിക്കണതിന് കുഴപ്പമൊന്നും. അത്യാവശ്യം ഒരു ജീവിച്ചു പോകാനുള്ള വരുമാനം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ചില യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന പോലെ ഫുട്ബോൾ കണ്ടൻറ്റ് മാത്രം ചെയ്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ സ്പോർട്സ് കണ്ടൻറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് ജീവിക്കാൻ പറ്റും. കാരണം അങ്ങനെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മുമ്പിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫേം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. പലരും കൊതിക്കുന്നൊരു ഓപ്പർച്യൂണിറ്റി. എനിക്കറിയാം ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ജോലിയുള്ള ഒരുപാട് ആൾക്കാർ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തുണ്ടാവും. അപ്പോൾ എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു സംഭവം ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ അതങ്ങനെ കയ്യിൽ നിന്ന് കളയാനും പറ്റില്ലല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ബേസിക്കലി ഞാനിപ്പോൾ യൂട്യൂബിലുള്ള ശ്രദ്ധ കുറച്ചിട്ട് കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ എൻ്റെ ഫാദർ തന്നെയാണ്, പുള്ളി തന്നെയാണ് മെയിൻ മാൻ. പുള്ളിക്ക് തന്നെയാണ് ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള ഒരാളാണ് പുള്ളിയുടെ ഫീൽഡിൽ. ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഈ ഒരു ഏരിയയിൽ ശിശുവാണ്. പിന്നെ എൻ്റെ പാഷനും ഡിസയർ ഇതൊക്കെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അല്ല. മാനുഫാക്ചറിങ്, എൻജിനീയറിംഗ് ഒന്നുമല്ല എൻ്റെ പാഷനും ഡിസയറും. പക്ഷേ ഇപ്പോൾ പലരും, ഇപ്പോൾ ഈ ലോകത്ത് 99% ആൾക്കാരും അവരുടെ ആഗ്രഹിക്കുന്ന ജോലിയോ അല്ലെങ്കിൽ പാഷനോ ഒന്നുമല്ല അവർ ചെയ്യുന്നത്. അവർ ഓഫ് കോഴ്സ് ഇത് കാണുന്ന മിക്കവരും തന്നെ അങ്ങനെയായിരിക്കും. വേറെ എന്തെങ്കിലും പാഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുള്ളത്. പക്ഷെ എല്ലാ സമയത്തും നമുക്ക് നമ്മുടെ പാഷന് ഫോളോ ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പം എൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് എൻ്റെ പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം കൺഫ്യൂസ്ഡ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ആ ഒരു കേസിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് കൃത്യമായിട്ട് എനിക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഐ എം സ്റ്റിൽ ട്രൈയിങ് ടു ഫിഗർ ദാറ്റ് ഔട്ട്. എന്താണ് എനിക്ക് ആക്ച്വലി എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്, ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം എന്തായാലും ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിന് പറഞ്ഞു സയൻറ്റിഫിക് ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ അത് കൂടുതൽ റിസർച്ച് ഏരിയയിലേക്ക് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ സോയിൽ ടെസ്റ്റിംഗ് ലാബുകൾ, അങ്ങനത്തെ ഒരുപാട് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളിൽ പോകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞാൻ എവിടെയെങ്കിലും ചെന്ന സമയത്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുസാറ്റി ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫുട്ബോൾ ചാനൽ കണ്ടുകൊണ്ടിരുന്ന ഒരു സുഹൃത്തിനെ കണ്ടു. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ പോയി കഴിയുമ്പോൾ ആൾക്കാരെ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ഡ്രഗ് ടെസ്റ്റിംഗ് ലാബിൽ കഴിഞ്ഞ ദിവസം ഒരു സാധനം റിപ്പയറിന് വേണ്ടി എടുക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ പോയപ്പോഴാണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നൊരു സുഹൃത്ത് ഈ പറയുന്ന ഫുട്ബോൾ ചാനൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ബട്ട് മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പിന്നെ ഈ പറഞ്ഞൊരു മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പണിയല്ല. അത് ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു നീഷ് ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ
പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പലപ്പോഴും പലരും വിചാരിക്കും ബൾക്കായിട്ട് സാധനം മാനുഫാക്ചർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഈ അരിപ്പൊടി അല്ലെങ്കിൽ മസാലപ്പൊടി അങ്ങനെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനകത്ത് തലവേദന കുറവാണ്. ശരിക്കും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ എത്ര ടണ്ണ് എത്ര ഔട്ട്പുട്ട് ഉണ്ടെന്ന് നോക്കിയാൽ മതി. പക്ഷേ ഞങ്ങളുടെ പോലത്തെ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും മെയ്ഡ് ഓൺ ഓർഡറാണ്. അതുപോലെ ഭയങ്കര ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ വേണം. വെൽഡ് ചെയ്യണവർ വേണം, ഇലക്ട്രീഷ്യൻസ് വേണം, അതുപോലെ തന്നെ സർവീസ് സപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക പണി തന്നെയാണ്. എന്തായാലും ഞങ്ങളുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കുറച്ച് പ്രൊഡക്ട്സുകളെ കുറിച്ച് കാണിക്കാം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാണിച്ചാൽ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഒരു ഗ്ലിംസ് എന്നുള്ള രീതിയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഐറ്റം ഇതാണ് ലാമിനാർ എയർ ഫ്ലോ ക്യാബിനറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനായിട്ടുള്ള എയർ, ഇപ്പോൾ എന്തെങ്കിലും ഇത് കൺസ്ട്രക്ഷനിലാണ്, അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വളരെ ക്ലീനായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പ്ലാറ്റ്ഫോം വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്കും റിസർച്ചുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഡ്രയർ എന്ന് പറയുന്ന ഡ്രൈയിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. ഇതെല്ലാം കംപ്ലീറ്റ്ലി നമ്മുടെ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുകയാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള ശരിക്കും മാനുഫാക്ചറിങ് കംപ്ലീറ്റ്ലി നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന കമ്പനികളൊക്കെ വളരെ കുറവാണ്. നമുക്കറിയാം പലരും ചൈന പോലത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇറക്കാറുണ്ട്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇറക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ സംഭവം എന്ന് പറയുമ്പോൾ തന്നെ പലരും പറയാറുണ്ടോ നിങ്ങളിവിടെ ചെയ്യുകയാണോ എന്നുള്ള കാര്യം. കാരണം നമുക്കറിയാം കേരളത്തിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൂളിംഗ് വാട്ടർ ബാത്താണ്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സാമ്പിൾസൊക്കെ വയ്ക്കാൻ പറ്റും. അതിനുശേഷം കൂൾ ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇത് ഈ പറയുന്ന പോലെ റിസർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. അപ്പോൾ ഞാനിതിനകത്ത് ബ്രാൻഡ് ഏതാണെന്ന് ഞാനിപ്പോൾ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. കാരണം അതൊക്കെ ഞാൻ മറച്ചു വെച്ചേക്കാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ നമുക്കൊരു അൺവാണ്ടഡ് അറ്റൻഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റിൽ ആവശ്യമില്ല. ഇതിപ്പോൾ അത് പറഞ്ഞ പോലെ എൻ്റെ ഫാദറായിട്ട് തുടങ്ങിയ കമ്പനിയാണ്, 30 വർഷം പഴക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടേതായ മേഖലകളിൽ കുറച്ച് പേരൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഞങ്ങൾ ബേസിക്കലി ചെയ്യുന്ന ചില കാര്യങ്ങൾ. സാധാരണക്കാരായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രൊമോഷനോ അങ്ങനെ കാര്യങ്ങളോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ബ്രാൻഡ് ഞാൻ റിവീൽ ചെയ്യാത്തത്. പിന്നെ പറഞ്ഞാൽ അൺവാണ്ടഡ് അറ്റൻഷൻ്റെ ഒരു ആവശ്യം നമുക്ക് നിലവിലില്ല. ഇപ്പോൾ ബാക്കി ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, ഇനി അങ്ങനെ ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ലൈനിലുള്ള സാധനങ്ങളൊന്നും സാധാരണക്കാർക്ക് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഒരു ആഗ്രഹങ്ങളിലൊന്നാണ് സാധാരണക്കാരിലേക്ക് എത്തുന്ന എന്തെങ്കിലും സാധനം ചെയ്യണം എന്നുള്ളത്. അപ്പം എന്താണ് ജനങ്ങളുടെ ഫീഡ്ബാക്ക് എന്നറിയാനായിട്ട് ഒരു അങ്ങനത്തെ ഒരു സാധനം എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ഹോപ്പ്ഫുള്ളി വൺ ഡേ നമ്മളത് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ തൊട്ട് വണ്ടി ഓടിച്ച സമയം തൊട്ട് എൻ്റെ വായിലിരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ മറ്റേ പടം കണ്ടു പപ്പ. പക്ഷെ എന്തൊരു ഹൈപ്പാണ്, നിനക്കൊന്ന് നിർത്തണ നിന്റെ ഹൈപ്പ്. അശ്ശോ ഈ സാധനം എൻ്റെ വായിന്ന് രാവിലെ തൊട്ട് പോകണില്ല. തുമ്മിയ ഹൈപ്പ് പറയണില്ല ഞാൻ. എന്നാലും ഈ ഡയലോഗിൻ്റെ പുറകിലുള്ള ചേതോവികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. എന്തൊരു ഹൈപ്പാണ് നിനക്ക്. ശേ മൊത്തത്തിൽ ഒരു അപരാധം. പക്ഷേ ലാലേട്ടൻ മന്നെ ഒരു അപരാധം എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാന്ന്. പക്ഷെ പുള്ളി വന്നതിന് ശേഷം ഒരു രീതിയിലും കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പടം മാറി എന്നുള്ളതാണ്. എനിവേ ഗൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടിടുക. ആൻഡ് ഐ വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ. ബൈ ബൈ, ടേക്ക് കെയർ, ടാറ്റാ.